എൻ്റെ ചിമ്മി നീയൊന്ന് വരുന്നുണ്ടോ? എടി ചേച്ചി നീ പൊക്കോ, ഞാൻ വന്നോളാം. ഇവനൊക്കെ വിളമ്പി കൊടുക്കാൻ നിൽക്കുന്ന എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ ടൈം പോയല്ലോ തമ്പുരാനെ. എടി ചേച്ചി നിനക്ക് നിർബന്ധമാണേ വേണേ ആ ഫുഡ് ഇവിടെ വരെ എത്തിക്കുക. വേണ്ട നിനക്ക് ഞാൻ വാരിത്തരാം. വേണം വന്ന് കഴിക്കാറ് പട്ടി. ഓ ചേച്ചി സ്ട്രോബെറി ഷേക്കില്ലേ? വേണ്ട. എൻ്റെ തേജു, നിനക്ക് എഴുന്നേൽക്കുമ്പോൾ അവനും കൂടി ഒന്ന് വിളിച്ചൂടെ? എൻ്റെ ടൈം കളയാനായിട്ട്. ഞാൻ വിളിച്ചത് അവനെ എണീക്കാത്ത എൻ്റെ തെറ്റാണ്. ഫസ്റ്റ് രണ്ടും കണക്കാം. ചേച്ചി ഇങ്ങനെ വെറി പിടിക്കാതെ ടൈം ആവണല്ലേ ഉള്ളൂ. എന്നദ്യം പോലെയല്ല. ഇന്ന് ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തേക്ക് പിന്നെ പോയിട്ട് കാര്യമില്ല. ശരി, അപ്പം ഞാൻ ഇറങ്ങുക. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ കാണിക്കേ. ഓ ചേച്ചി നല്ല കൽപ്പിലാണല്ലോ. ആ ഫിലിമിനെ കണ്ടതിൽ സന്തോഷം, കാണാൻ പറ്റിയതിൽ അതിൽ സന്തോഷം. വേണേ വന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കും. ശരി. എന്തപ്പം ഉണ്ടായേ? എന്താടാ പോയത്? രാവിലെ തന്നെ തീ പിടിച്ചു കിടക്ക. 11 തീ. ഇന്നലെ തുടങ്ങിയ മേക്കപ്പ് 1 ഹവറായി. ഒന്ന് പോയി വിളിച്ചിട്ട് വരാമോ? ഓ ഇവനെ കൊണ്ട്. നീ കഴിച്ചോടാ. ഓ ചക്ക ഫെല്ലിക്കൊട്ട. ഒന്ന് വേഗം ഇറങ്ങാവോ? പിന്നെന്താ മറിനെ സേട്ടൻ്റെ സൗന്ദര്യം നോക്കട്ടെ. എന്തു ഭംഗി എന്നെ കാണാൻ നിന്റെ തോന്നലാണേ. ഓ മകരസൂര്യനൂരിക്കും മന്ദബുദ്ധി പോലെ. വേണ്ടട്ടാ, അത് വേണ്ട. മുത്തുമാല ചാർത്തി നിൽക്കും ആദിവാസി പോലെ. ഇറങ്ങി പോടാ നീ. ഒന്ന് വേഗം വരാവോ? പോയിട്ട് ഉറപ്പാണുള്ളത്. അതെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് വായ നോക്കണമല്ലോ. ഈ വായിന്നോട്ട് അതൊരു കഴിവാണ്. നിനക്കില്ലാതെ പോയത് എൻ്റെ തെറ്റല്ലല്ലോ. അതെ, വല്ലാണ്ട് ഞങ്ങളെ നാറ്റിക്കോ നീ? നിനക്കെന്ത് നാറാനാണ്? ഇതിൽ പര എന്ത് നാറാനാണ്? ആ അതെന്താളീ അങ്ങനെ? നീ ഒറ്റടുത്തം കാരണം പോന്നവരും വരുന്നവരൊക്കെ ആ കോഴിഫെലിയുടെ ഫ്രണ്ടല്ലേ നീ? കോഴിഫെലിയുടെ ഫ്രണ്ടില്ലേ നീ? കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ അത്രയൊക്കെ ഉള്ളൂ എന്നർത്ഥം. ഈ ഒരു കാര്യത്തിൽ അത്രേ ഉള്ളൂ. അപ്പം ഞാനൊരു ഭാരാന്ന് നീ ഇൻഡയറക്റ്റായിട്ട് പറയണല്ലേ? ഇതിൽ പരം ഡയറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. ഓ അത്രയ്ക്ക് ഇതുണ്ടാണെങ്കിൽ നീ അങ്ങ് ഒഴിഞ്ഞു വെക്കോ. ഞാൻ പോവില്ല. പോഹ കണ്ടേ അടങ്ങുള്ളൂ അല്ലേ? തലയിലായി പോയില്ലേ, സഹിക്കല്ലേ വഴിയുള്ളൂ. അടുത്താണ്. ബാ പോണ്ടേ നമുക്ക് കോളേജിൽ? പിന്നെ ബേ കോളേജിന് എന്താ ഒരു മാറ്റം. അതെ, ശനി ഞായറോടെ കോളേജ് മലക്കത്തും മറന്നു. ഇതുവാടേ വാ കേൾസുകൾ. പൊന്നു ഫെലിക്കുട്ട, രാവിലെ തന്നെ വേണോടാ. തേജൂസേ നീയും കൂടി അവനെ പോലാവല്ലേ? നമ്മൾ ഒരു ലെങ്ത്. ഏത് ലെങ്ത്? വാ പ്രിയ സഖി ഹൈക്കത്തെ ഓടോട്ടി കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. എന്നാൽ പിന്നെ അത് പോലെ അപ്പോൾ ക്ഷീണമൊന്ന് തീർക്കണം, എന്നിട്ട് അടുത്ത് പഠിക്കാം. ഓ ഇപ്പം കിട്ടിയൊന്നും പോരാല്ലേ? ഇത് വെറും സാമ്പിൾ. ഓഹോ ശരി, ഇതൊരു കലയാണല്ലോ അല്ലേ? യാ നിനക്ക് കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട്. വല്ലാണ്ട്. രാശട്ടാ 3 പപ്സും 3 ലൈമും. എന്തൊരു ചൂര, വെന്ത് പൊരിയണല്ലേ. ഓ ഒരു AC പിടിപ്പിക്കണമായിരുന്നു. AC. എക്സാം ഫീ അടച്ചായിരുന്നു നീ? ഇല്ല. ആ എന്താ വയ്ക്കണേ? AC അല്ലേ? കൂടിയ ലെവൽ തന്നെ വയ്ക്കണേ. നമുക്കിങ്ങനെ കൈ കൊണ്ട് വീശി കളിക്കാമല്ലേ? ആ അതായിരിക്കും നല്ലത്. ഡാ അളിയാ. ആ ചാക്കേ എന്താണ് ബ്രോ? എടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്തു പറ്റി? ഞാനിന്നാൾ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിനെ? ആ എടാ ഹോബി വെച്ചിട്ട് സംസാരിച്ചു. എന്ത്? മറ്റേ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് വിടട്ടെ അല്ലേ? ആടാ നീ കിട്ടോ. അല്ല ആളെന്തി? അവൻ അങ്ങനെ
ഇടയ്ക്കൊക്കെ കോളേജ് വരും, കുറവാ. നമ്മുടെ കോളേജിൽ തന്നെ ആന്നേ. ഏ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? എൻ്റെ സെയിം, ഇംഗ്ലീഷോ? ആ, പക്ഷെ നിൻ്റെ കൂടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞ ആൾ അത്രയ്ക്ക് അങ്ങോട്ട് വരുമൊന്നുമില്ല. ഓ ശരി, എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് എത്തിക്കാം. ആടാ, എന്നാൽ വാടാ ഒല്ലായ്മ കുടിച്ചിട്ട് പോകും. ഇല്ല സമയമില്ല, എനിക്കൊരു പരിപാടി ഉണ്ട്. നിങ്ങൾ കമ്പനി അടിക്ക്. ശരിടാ എന്നാൽ. ശരി ശരി. എൻ്റെ തോടെ ചേച്ചി രാവിലെ തന്നെ ഓ ചെവി. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുണി ഇങ്ങനെ വലിച്ചാരിടായിരുന്നു. അറ്റ്ലീസ്റ്റ് നിൻ്റെ ആ ജെട്ടി എങ്കിലും കൊണ്ട് ഇടാനുള്ള ബോധമില്ല നിനക്ക്. മോനോട് അലക്കാനെന്നും പറയുന്നില്ല, ആ വാഷിംഗ് മെഷീനിലൊന്നും കൊണ്ട് ഇട്ടാൽ പോരെ. ഇതിപ്പോൾ ഈ അലമാര ഞാൻ തപ്പണം. ഇതിലിപ്പോൾ ഏതാ അലക്കിയത് ഏതാ അലക്കാത്തത്? മര കൊണ്ട് ഇട്ടോ, അല്ലെങ്കിൽ നിന്നെ ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ തുടങ്ങിക്കോളും. നിന്നെ പോലെ തന്നെയല്ലേ തേജു, അവൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓ ഇപ്പം എന്ത് വേണേ അതുകൊണ്ട് ഇട്ടാ പോരെ. എന്ത് പാടേ രാവിലെ തന്നെ. ഞാനല്ലാത്ത ഇവളാണ്. ഇനിയിപ്പോൾ എൻ്റെ തലക്കിട്ടോ ഒന്ന് കാണിച്ചും പോരാ. എന്നോട് ഞാൻ ഒരു പല വട്ടം പറഞ്ഞതാ തുണി ഇങ്ങനെ വലിച്ചവരുടെ ഇടുന്നു, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. നീ ഇതെങ്ങോട്ടാ? ഇന്ന് സൺഡേ ആണെന്ന കാര്യം രണ്ടുപേരും വിട്ട. വേഗം വരാൻ നോക്കണം, എല്ലാത്തേ പോലെ ലേറ്റ് ആവാൻ നിൽക്കണ്ട. ഇല്ലാന്നേ, ഞാൻ നേരത്തെ എത്തിക്കാം. ശരി അപ്പോൾ പോയിട്ടോ. മോൻ എന്ത് നോക്കിയിരിക്കുക? ബാ നമുക്ക് പോയി അലക്കാം. ഞാനാ? ആ എന്ത് ഞാൻ? ഇവിടെ എങ്ങനെ തുല്യതയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മോൻ പാട്ടാ ചേച്ചി പഠിപ്പിച്ചാൽ എങ്ങനെ അലക്കണ്ടേന്ന്. ഓക്കെ ചേച്ചിയാ പോലും ചേച്ചി. അല്ലെങ്കിലും പണ്ടേ നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. അയ്യോ മനസ്സിലാക്കി കളഞ്ഞല്ലോ. വാട്ടാ മോൻ നടക്ക്. ഹൈ ആരോ വന്നു, ഞാൻ പോയി നോക്കാം. അയ്യടാ ഇതങ്ങ് പിടിക്ക്, ഞാൻ പോയി നോക്കിയേക്കാം. ആ ജാക്സാ, നീയായിരുന്നു? എന്താടാ മോനെ ഈ വഴിക്കൊന്നും കാണാനില്ല. ചെറിയ തിരക്കായിപ്പോയി. അതെ, നീ വാ കയറിയിരിക്കെ. എന്തേ പെട്ടെന്ന്? ഞാൻ അമ്മമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിനെ ഇവിടെ ആക്കുന്നത്. ഓ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേ ആളെന്തേ? ആ അവന് എൻ്റെ കൂടെ ഉണ്ട്. ഡാ ജേക്കെ. ആ അതെ ഇതാണ് ജങ്കുക്ക്. ഡാ ഇത് ജിമ്മിയുടെ ചേച്ചി ഹോബി. ആ അല്ല അവന്മാരെന്തേ? ഒരുത്തൻ രാവിലെ തന്നെ കഫേക്ക് പോയി. മറ്റവനെ ചെറുതായിട്ടൊന്ന് അലക്കാൻ പറ്റും. അലക്കാനോ? ആ ഓ ജാക്സാ നീയായിരുന്നു? എന്തേ അലക്കി കഴിഞ്ഞ? എൻ്റെ ഹോബി. എന്താടാ? ഞാൻ ഇവനെ ഒന്ന് ആക്കാൻ. ഓ ഇതാണോ നീ പറഞ്ഞ ആൾ? ആ ഹായ് ഐ എം ജിമ്മി. സോറി ജിമിൻ. ജങ്കുക്ക്. നിങ്ങളിരിക്കും, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാനിപ്പോൾ ഇറങ്ങി, എനിക്ക് ടൈമായി. ഞാനിവനെ ഒന്ന് ആക്കാൻ വേണ്ടി വന്നതാണ്. ആ എടാ ഇവൻ ആ റൂമൊന്ന് കാണിച്ചു കൊടുത്തു. ഓ പിന്നെന്താ താൻ വായോ. പിന്നെ ജാക്സാ വീട്ടിൽ സുഖമല്ലേടാ എല്ലാവർക്കും? നിനക്ക് സുഖമാണോ? ഓ പിന്നെ ഹോബിച്ച് ഇപ്പോൾ വർക്കിന് പോകുന്നല്ലേ? ഓ ഇന്ന് ലീവാ. ചെക്കനെങ്ങനെയാ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? ആ ഓക്കെ ഞാൻ ചോദിച്ചെന്നുള്ളൂ. എടാ ഒക്കെ സെറ്റല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഞാനെന്നാ ഇറങ്ങട്ടെ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ എടാ ഞാൻ ഇടയ്ക്ക് വരാം. ശരി. ആ ശരി അപ്പോൾ ബിസി. എടാ ഒരു കാപ്പി പോലും കുടിക്കാണ്ട്. കുഴപ്പമില്ല, ടൈം ഉണ്ടല്ലോ. ജിമ്മി ശരി, അവനോട് പറഞ്ഞേക്കെ. ആടാ എന്താ പേര് പറഞ്ഞ്? ചെങ്കു. ആ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട്. വേണ്ട, എനിക്ക് ആ റൂമിൻ്റെ കീ ഒന്ന് തന്നിരുന്നെങ്കിൽ. ഓ ഓക്കെ. ഡേ ഹോബി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കണ്ടിട്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. നിന്നെ പോലെ ഒന്നുമില്ല, കുറച്ച് സൈലൻ്റാണ്, അത്രേ ഉള്ളൂ. അല്ലേ നിനക്ക് എന്നൊഴികെ ഈ പഞ്ചായത്തിലെ എല്ലാ ചെക്കന്മാരും ഇഷ്ടമാണല്ലോ. അതെ അത് അത്രേ ഉള്ളൂ. എന്നാലേ ഒന്ന് നടക്ക്. എന്തിനാടി? അലക്കാൻ പറഞ്ഞോട്ട് പോയി അലക്കട്ടെ പന്നി. ചേട്ടൻ മറന്നില്ലായിരുന്നു. ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ഹോബീസിനാണ് എന്നെ ഒരു സുന്ദരിയാണെന്നറിയോ? ആ
ചാറ് നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ഇനി മോൻ ചെന്നോ. ഏറ്റില്ല. ഇതേത് വർഗം. തേജു, അവൻ എഴുന്നേറ്റാ? ബാത്റൂമിലേക്ക് ഓടിയിട്ടുണ്ട്. നീ ഇങ്ങോട്ടാ വരാം. ചെക്കൻ ഇതോടെ പോകുന്നതിന് മുമ്പൊന്ന് കണ്ടേക്കാന്ന് വെച്ചപ്പോൾ കാണുകയല്ലേ. ഓ, വർക്കൗട്ട്. ഞങ്ങളിപ്പോലെ മടിയാൻ തരാം. എൻ്റെ അമ്മ എന്താ പൊടി. ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈ കിട്ടിയത് തീർന്നല്ലോ. ഫീസ് കാണാൻ എന്തൊരു വഴി. പുള്ളിക്ക് കയറിയാലോ. പോയാ ചെറുതെവിടെ ഇവിടെ ഉണ്ടായത് വിളിച്ചു. ഓ അമ്മ, ഏതാ കൈ ഏത് പെട്ടോ? എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എടോ ഞാൻ ഈ വീട്ടിലെ തന്നെയാണ്. എടോ സത്യമായിട്ടും തേജസ്സേ. അതെ, ആ വിളിച്ചില്ല, അത് ഞാനാ. ഒന്ന് കൈയെടുക്കാവോ പ്ലീസ്? ആളെ കടിയാക്കോ താനൊക്കെ? ഏതവനെ നീ? എന്താ ഇവിടെ കാര്യം? എടോ ഞാൻ അപ്പുറത്തെ വീട്ടില ഇപ്പോൾ വിളിച്ചില്ലേ, അത് ഞാൻ. ഇന്നലെ ഞാനിവിടെ താനുണ്ടായിരുന്നു, വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരാളുടെ റൂമിൽ കയറുമ്പോൾ പെർമിഷൻ ചോദിക്കുന്നത് ഒരു മര്യാദയായിരിക്കും കേട്ടോ. ഓ സോറി, ഞാൻ പെട്ടെന്ന് സോറി. ഐം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഐ എം തേജസ്. തൻ്റെ പേരെന്താ? ജങ്കു. ആ ജിയോൺ ജങ്കു. ഓ സോ ലൈക്ക്. ഒരു കാര്യം പറയട്ടെ. എന്താ? തൻ്റെ ഫേസും ബോഡിയായിട്ട് ഒരു മാച്ചിങ് ഇല്ലല്ലോ. യു ലുക്ക് ലൈക്ക് എ റാബിറ്റ്. ആ ഒന്നല്ല. സോ കുക്കി ജെ.കെ. ആ കോൾ മീ ജെ.കെ. ജെ.കെ. ഐ ലൈക്ക് കുക്കി. എനിക്കങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. ഓ സോറി ജെ.കെ. താനും നമ്മുടെ കോളേജിലല്ലേ, പോരെ നമുക്ക് ഒരുമിച്ച് പോകാം. എന്തായാലും നമ്മളെല്ലാവരെയും ഒരുമിച്ചല്ലേ, അതിൻ്റെ ആവശ്യമില്ല. താനൊന്ന് ഇറങ്ങി, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഓ ഓക്കെ ബൈ. ഏതേ സാധനം. എന്തോ തട്ടിപ്പോകത്ത ഭാഗ്യ. എന്താണ് കുറക്കിനൊക്കെ പിടിച്ചിരിക്കുന്നു? ഒന്നുമില്ല, ഞാൻ ഒന്ന് പരിചയപ്പെട്ടതാണ്. ആര്? അല്ല, നമ്മുടെ ഇന്നലെ വന്ന ചെക്കനെ. അവൻ്റെ പേരെന്തായിരുന്നു? ജാക്സൺ എന്തോ പറഞ്ഞു. കുക്കി അല്ല ജെ.കെ. ജങ്കുക്ക്. ജിയോൺ ജങ്കുക്ക്. ഓ നിന്നെ പോലെ നല്ലതെന്ന് തോന്നുന്നു, കുറച്ച് ഡീസൻ്റാണ്. അതെ അതെ, ഞാൻ കണ്ടായിരുന്നു. ജിമ്മി ഇറങ്ങാം. ആടാ, നീ രാവിലെ ഇങ്ങോട്ടെന്ന് ഞാൻ ആ ചെക്കനെയും കൂടി നമുക്ക് ഒരുമിച്ച് പോലെ, നമ്മൾ ഒരേ കോളേജിലല്ലേ. എന്നിട്ടാവൻ വന്നാ? ഇല്ല, കുറച്ച് മോഡേൺ സ്വഭാവമാണല്ലേ. ചെക്കരെ നല്ല കലിപ്പ, കാണുന്ന പോലെ നല്ല തോന്നി. ഒന്ന് കിട്ടിപ്പം പോവാം. ഇങ്ങനെ പോയാൽ ഞാൻ ആ സോനനെ തട്ടൂട്ടാ. എന്തു പറ്റിയാളിയാ? ഇല്ല, അവളെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടുമെന്നോ എന്തോ. MLA നോക്കണം മോനെ, നിൻ്റെ നമ്പർ കിട്ടാൻ പാട്. അതിൻ്റെ കുറവൊക്കെ ഉണ്ട് ആ പെണ്ണിന്. ഇതിൻ്റെയൊക്കെ പിന്നാലെ പെൺപിള്ളേർ വന്നിട്ട് നമുക്ക് പേരിന് പോലും ഓർമ്മയില്ല. നിനക്കൊക്കെ ശാപം കിട്ടൂടെ സിംഗിൾസിൻ്റെ. ഒന്ന് പോയടായിരുന്നു. എൻ്റെ പൊന്നു തമ്പരാനെ, ഇവൻ്റെയൊക്കെ തലവര വരച്ച ആ പെണ്ണല്ലേ, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതിൽ കഴിവ് എന്നല്ല, കഴിവ് കേടെന്ന് പറയണ്ടത്. അല്ല പിന്നെ
രാജിമിനെ ആ എന്നാടി ഇപ്രാവശ്യം കോളേജ് ഡേ വരുന്നുണ്ട്. നിൻ്റെ പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ പേര് കൊടുത്തു. ഡീ ഞാനതിന് അതൊക്കെ വിട്ടിട്ട് കാലങ്ങളായി. ഡാ ഒന്നിലേലും നമ്മുടെ ഗംഗ അടുത്ത് വന്ന് പറഞ്ഞല്ലടാ, നിനക്കൊന്ന് പങ്കെടുത്തോടെ. എൻ്റെ വിധി അവൻ നടക്കില്ല. ഡാ തേജസ്സേ, നീയെങ്കിലും ഒന്ന് പറ. എത്ര നാളായി ഇവിടെയൊക്കെ കഴിവുണ്ടായിട്ട് മനുഷ്യന്മാർക്ക് ഒരു കഴിവുമില്ല. എന്നിട്ടാണ് നീ പേടിക്കണ്ടടി, അവനെന്തായാലും പങ്കെടുക്കും. ഡാ നീ എന്ത് ഞാൻ പറയുന്നു, നീ അങ്ങോട്ട് ചെയ്യും. ആ തേജ് പറഞ്ഞ എനിക്ക് വിശ്വാസം. അല്ലെങ്കിൽ നമ്മളെ നീ എന്താടി നമ്മളെന്ന് ചേർക്കാതെ. അയ്യോ കോളേജ് ഡേക്ക് നമ്മളങ്ങനെ തവളച്ചാട്ടമൊന്നും വെക്കാറില്ലല്ലോടാ. അപ്പം എന്താ ചെയ്യുക? ആക്കിയതാണല്ലേ കാറ്റടിച്ച് മനസ്സിലായാൽ. ഗംഗയുടെ ഒരു ഹ്യൂമർ സെൻസ്. അല്ല ഗംഗ മോളെ, നീ വല്ലാണ്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. 11 തേച്ചോണ്ടായിരിക്കല്ലേ? അത് കേട്ട് എൻ്റെ ഗംഗയെ നിൻ്റെ നകുലനല്ലേ പോയുള്ളൂ. ഇവിടെ ഫെലിയുണ്ട്. നകുലൻ്റെ സ്ഥാനത്ത് ഫെലിനെ ചേർക്കുന്നു. എടാ നീ ചെന്നോ? എടാ തിണ്ടി, നീ എന്ത് പണി കാണിച്ചേ? ഞാനൊരു ചൂണ്ടയിടുമായിരുന്നു. ആ ഫസ്റ്റ് പൊന്നു മോനെ, അവളിപ്പോൾ വിചാരിച്ചെന്നുണ്ടല്ലോ നാഗവള്ളിയുടെ ഇരയായ ശങ്കരൻ നപ്പിയായിരുന്നു നീ ഇപ്പോൾ. ശരിയാ, ഒന്നാമത് ഒരു വ്യാപാര ചപ്പയും മോന്തിയ ഒരു തല്ലും കൂടി കിട്ടിയാൽ നന്നായിട്ടുണ്ടാവും. ആ ഊക്കട ഊക്ക്. ഏയ് ഇതവനല്ലേ ജയക്കെ. എടാ പൊട്ടന്മാരെ, നിങ്ങൾക്കെന്ന് ഒരുമിച്ചൊന്നൂടെ? അതിന് ആചാക്കനെ കൂടി വിചാരിക്കണ്ടേ? അത് ടൈപ്പാന്ന് തോന്നുന്നു. ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ദൈവം പോയി വിളിച്ചാൽ കണ്ട വന്നില്ല. അതിപ്പോൾ കാണുന്നുള്ളൂ. പതിയെ നമുക്ക് മാറ്റാം. ഇത് മാറും തോന്നില്ല. മാറിയാൽ മാറില്ല, മാറും. എനിക്ക് തോന്നില്ല. മാറിയില്ലേ നീ എൻ്റെ പേര് അവൻ്റെ പട്ടി കിട്ടും. ഇവനെവിടെയോ പട്ടി എൻ്റെ മുന്നിൽ നിന്ന് കുറയ്ക്കല്ലേ? ഹായ് കുക്കി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ മീ ജയക്കെ. നീ ഫേസ് നോക്കിയിട്ട് എനിക്ക് ജയിക്കെന്ന് വിളിക്കാൻ തോന്നില്ലടോ. കുക്കി ചാടിച്ചോ. കുക്കി എന്താ പണി? കുക്കിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? തേ പ്ലീസ്, തേന്ന് വിളിക്കണ്ട, തേജെന്ന് വിളിച്ചോ. എല്ലാവരും അങ്ങനെ വിളിക്കാം. തന്നു പോയി തരും. ഓക്കെ. കുക്കി ആരോട് ദേഷ്യമുണ്ട്? ഒന്ന് ചിരിക്കടോ. ഇതുപോലെ തോർപ്പിച്ച് നോക്കണ്ട, ഞാൻ പോയി. ഓക്കെ. ഹലോ ആരാ? കുക്കി ഞാനാ. ബനാന മിൽക്കാണല്ലോ ഇഷ്ടം. കുക്കി എന്നാ കുടിച്ചോ. ഇന്ന് ഈവനിങ്ങില്ലേ നമുക്ക് ഒരുമിച്ചോ. നമ്മൾ എന്തായാലും ഒരു സ്ഥലത്തേക്കില്ലേ. എന്തിനാ വെറുതെ 2 വണ്ടിയൊക്കെ? കുക്കിക്കാണെങ്കിൽ വണ്ടിയുണ്ട്, നമുക്കതിൽ ഒരുമിച്ചോ. ഒരു പാലപ്പെട്ട ഞാൻ പറഞ്ഞു. എന്നെ കുക്കിന്ന് വിളിക്കണ്ട. കുക്കി എങ്ങോട്ടാ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. കുച്ചേർക്ക വെറുതെ കിടന്നിളകാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. ഓക്കെ കുക്കി, ഞാൻ നോക്കി ചെയ്തോളാം. കിട്ടിയല്ലേ? എന്ത് കണ്ടായിരുന്നു? ഓ ആണല്ലേ. നിനക്ക് പ്രാന്താണോ? ആ ചെക്കൻ്റെ നിന്ന് കൈ നേരം വാങ്ങിക്കോട്ടെ. അവൻ്റെ മസിലൊക്കെ നീ കണ്ടിട്ടില്ലേ? പൊളവളാന്നായിരിക്കണേ. എനിക്ക് പോലും അതിൻ്റെ അടുത്തേക്ക് പോകാൻ നല്ല പേടിയുണ്ട്. അതൊക്കെ വരത്തിയാണ്. ഒട്ടി കെറ്റി വെച്ചിരിക്കുന്നുള്ളൂ. ആ മോൻ കണ്ടറിയില്ല. മൊയിലും കുഞ്ഞ് കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അതന്നെ പറയണം. നീ എന്തിനാണ് ഈ ചെക്കൻ്റെ നേരം വാങ്ങിക്കണേ? ഡെയിലി പോയിട്ട് ഇതൊക്കെ രസമില്ലടോ. അതെ അവസാനം സാമ്പാർ അവരുത്. കുക്കി അല്ല, ജാക്സൺ വിളിച്ചു എന്ന് പറയാൻ പറഞ്ഞു. എൻ്റെ പോ എന്താ പന്നി? എടാ ഒരു സോഡ. അല്ല ഒരു സോഡ.
ഏതോൾമാരെയും തല്ലു വാങ്ങിച്ചു തരുമോ? അവിടെ പന്നി. എടാ ഞാനല്ലോ നമ്മുടെ ജാക്സൺ പറഞ്ഞിട്ട് ലവനില്ലേ ജയിക്കേ അതിനൊന്ന് വിളിച്ചതാ. അതിനിപ്പോൾ എന്താ? ഓ ഇവിടെ ഒരുത്തനുണ്ടല്ലോ ഈ പണ്ടാരക്കാരൻ കാരണം ഞാൻ അറിയാണ്ട് കയറി കുക്ക് ചെയ്യുന്ന വിളിച്ചു. എൻ്റെ ഭാഗ്യത്തിന് അല്ലില്ല, അവൻ്റെ ഒരു ദഹിപ്പിക്കുന്ന നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ തീർന്നില്ല എന്നുള്ളൂ. ഫസ്റ്റ് നീ അല്ലാണ്ട് ഈ ആരെ വിളിക്കുന്നതായിട്ടിട്ട് പോകും. ഒരകത്തുനിന്ന് വെച്ചത് പറ്റില്ല. എന്നാലും നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കുക്കി കാക്കിന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. അയ്യോ ഞാൻ വിളിക്കുന്നവനൊക്കെയാണ്, അതല്ലേ അവനൊന്നും പറയത്തെ. അതെ, 4 നേരം തിരിച്ചു കിട്ടുന്നു എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതിനോ നാണല്ലാണ്ട് നീയല്ലാണ്ട് അവനോട് പോയി കുക്കിന്നൊക്കെ വിളിക്കുക. അറിയാണ്ട് എൻ്റെ വായിൽ നിന്നാ ചത്തില്ലാന്നുള്ളൂ. ഓനെ തേച്ചേ നീയും തേച്ച് വെച്ചൊരു ബ്രേസീർ ആവശ്യം വരും. കുക്കി വാതിലൊക്കെ തുറന്നിട്ട് ടീച്ചൊക്കെ ഇവിടെ പോയി ഗുളിക്കുകയാണോ? മമ്മി കുക്കി കുറേ നേരമായി ഫോൺ അടിക്കുന്നു. ആരാ നോക്കി? പാലവട്ടം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ പെർമിഷൻ ഇല്ലാതെ റൂമിൽ കയറരുത്. ഇറങ്ങാൻ ഞാൻ പൈസ കയറാണ്. ഇന്നും കിട്ടിയല്ലേ? നാണം എന്ന സാധനം ഒട്ടുമില്ല അല്ലേ? നീ എന്തിനാണ് ചിക്കൻ പിന്നെ ഇറങ്ങണത്? എന്താണ് വല്ല നേടാനുണ്ടോ? എനിക്ക് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണം. അങ്ങനെയാണ്. അതെ, ഇതാവുമെന്ന് എനിക്ക് തോന്നില്ല. വേറെ എത്ര പേര് എൻ്റെ കൂടെ വന്നാലും ഈ ഒരു സാധനം തനങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. കാണാം. നിനക്ക് മാനസികം കണ്ടുപിടിച്ച് കഴിഞ്ഞല്ല കൊച്ചിക്കാളെ. തേജു ജാക്സാ നീ ഇറങ്ങാൻ നിൽക്ക. അല്ല ഇതെന്നു മുതൽ തുടങ്ങി ഈ കഫേ പോക്ക്? ബീച്ച് സമ്മതിക്കേണ്ടതല്ലല്ലോ. സമ്മതിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടുത്തെ ആളെ എനിക്കറിയുന്നത്, ആൾക്കൊരു ഹെൽപ്പായിട്ട് തന്നെ അത്രേ ഉള്ളൂ. ജാക്സൺ ഇപ്പം എങ്ങോട്ടാ? ഞാൻ ജയിക്കാനൊന്നാണ്. വീട്ടിലേക്കാണോ? അല്ലല്ല, അവൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ. വർക്ക്ഷോപ്പോ? അവനതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. അവനിവിടെ ഒരു വർക്ക്ഷോപ്പിലുണ്ട്. ജാക്സൺ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആടാ ചെക്കയുടെ ഫാമിലിയൊക്കെ? അവർ നാട്ടിൽ തന്നെയാണ്. അവൻ്റെ പപ്പ വലിയ ബിസിനസ്മാനാണ്, അമ്മ ടീച്ചറിങ്ങനെ ഉണ്ടായിരുന്നു. ചേക്ക് അങ്ങോട്ട് പോവാറൊന്നുമില്ല. പോവാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ച് നാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആളിറക്കി വിട്ടെന്നും പറയാം, ഇവനായി ഇറങ്ങിപ്പോന്നെന്നും പറയാം. വലിയ പ്രശ്നമൊന്നുമില്ല. മകനെ മനസ്സിലാക്കാത്തൊരച്ഛൻ, അത് തന്നെ. ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം അവൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുക. ഒരു ടൈമായപ്പോൾ അവനത് പറ്റാണ്ടായി, അങ്ങനെ അവൻ പോന്നു. ഞാനും വരട്ടെ അങ്ങോട്ട് ഷോപ്പിലേക്കോ? അതിനിപ്പോൾ എന്താ, നീ പോര്. ഡാ ജാക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, ഇറങ്ങാൻ നിൽക്കാം. കുക്കി നീ എന്താ ഇവിടെ? ജസ്റ്റ് ജാക്സനെ കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നു. പോവാൻ നോക്കാം. എന്തു നോക്കി? ഒന്നില്ല, നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് നമുക്കിനി ഒരുമിച്ച് പോകാനേ. നിന്നോട് പോകാനാ പറഞ്ഞു. ജാക്സ അവന് പറഞ്ഞോളൂ. എന്നതാ കുക്കി ഒരു മാതിരി? ജാക്സ നീ അവനെ വിളിച്ചോണ്ട് പോയെ. എടാ മിസ്റ്റർ ജിയോൺ ജംഗു, സോറി ചേക്കെ, ആഫ്റ്റർ എ ലോങ് ടൈം. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ ക്രിസ്റ്റി, നിനക്ക് ഓർമ്മയില്ലേ ചേക്കേനെ? പിന്നെ മറക്കാൻ പറ്റും അല്ല ചേക്കെ? നിന്നെ
ഇതുപോലെ അത് ഇവിടെ വെച്ച് കാണുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നിനക്ക് പറ്റിയ പണിയത്. നിൻ്റെയൊക്കെ 4 മണി കണ്ടിട്ട് വന്നില്ലേ ഞാനൊക്കെ. അപ്പം പറയുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ പറ. ഓ ജാക്സ, പണ്ട് നിനക്ക് ഇവനെ പറയുമ്പോൾ കുറച്ച് പൊള്ളും അല്ലേ ജാക്സ? പോവാം. ഹേയ് ചേക്കേ, നിൽക്കടോ, ചോദിക്കട്ടെ. ഒന്നിലും നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നില്ലേ? അല്ലടാ, നിനക്കിവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ തന്നെ വന്ന് ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. ഞങ്ങൾ നിൻ്റെ തന്ത ഇറക്കി വിട്ട പോലെ ഒന്നും ഇറക്കി വിടില്ല. നിന്നെ ഒന്നും കയറി ഞാൻ ചൊറിയാൻ നിൽക്കുന്നില്ല. വെറുതെ എനിക്കിട്ട് കയറി ചൊറിയാനും നിൽക്കണ്ട, പറഞ്ഞേക്കാം. ഓ വന്ന നീ എന്ത് ചെയ്യുന്നോ? എന്തേ തീർത്തുകളയോ നീ? എന്നാന്ന് തൊട്ടോക്ക്. അതിനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? ഒന്നും ഇല്ലാഞ്ഞിട്ടും നിൻ്റെ ഗട്ട്സ് ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അത് പക്ഷെ നീ നിൻ്റെ തള്ളേരെ അടുത്ത് നിർത്താൻ മതി. ഇനി അതുമില്ലേ? പൊന്നു മോനെ താവിതെ, പണ്ട് നീയൊക്കെ കയറി ഉണ്ടാക്കുമ്പോൾ മിണ്ടാതിരുന്നോണ്ട് എന്ന ചെക്കനല്ലത്. അവൻ്റെ ഒരു തല്ലിനില്ല നീയൊന്നും. പിന്നെ മോനെ ക്രിസ്റ്റി, എൻ്റെ കൈൻ്റെ ചൂട് നീ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടേ വേറൊന്ന് വാങ്ങിക്കാണ്ട് അവനെ എടുത്തോണ്ട് പോടാ. ചേക്കേ ഡാ ഡാ നീ മാറ്. ഡാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മാറാൻ. കുക്കി പറയുന്നേക്ക് പ്ലീസ്. ഇപ്പം താനിപ്പോൾ പോകണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. മാറി നിൽക്ക് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ പിന്നാലെങ്ങാനും നിന്നെ കണ്ടതിനെ പറഞ്ഞേക്കാം. എൻ്റെ ലൈഫിലേക്കെന്നല്ല, എവിടേക്ക്. നിർത്തിക്കോ ഇന്നത്തോടുകൂടി. ഓക്കെ പ്ലീസ്. മതി എല്ലാം. ജാക്സൺ നീ കയറുവാ. പേടിക്കണ്ട, നാളെ തന്നെ ഡിസ്ചാർജ് ആവാമെന്ന് ഡോക്ടർ പറഞ്ഞു. വെള്ളം വല്ലതും വേണോ? വേണ്ട. തന്നെ എത്ര അക്കോർഡ് ചെയ്തിട്ടോ അത്രത്തോളം ദേഷ്യപ്പെട്ടിട്ട് താൻ എന്തിനാണ് എന്നെ അന്വേഷിച്ച് അവിടെ ഇട്ടിട്ട് പോരുന്നില്ലേ? അത് നമ്മളൊക്കെ മനുഷ്യനല്ലടോ. ഒരു മിനിറ്റ്. ഹലോ ആടി, ഞാൻ വരാം. ഓ നീ വരണമെന്നില്ല. എൻ്റെ പൊന്നു ഹോബിച്ച് ഞാൻ വരാന്നേ. എന്നാ പിന്നെ അവന്മാരോട്. ശരി വരാം. ജിമ്മി ഡാ ജാക്സ, അവനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നാളെ തന്നെ ഡിസ്ചാർജ് ആവുന്നത്. തേജു എന്തേ? അവനുള്ളിലുണ്ട്. അത് ഞങ്ങളൊന്ന് കണ്ടേച്ച്. ശരി. അവൻ എഴുന്നേറ്റില്ലേ? ഓ ഇപ്പം ഒന്ന് കിടന്നോളൂ. നീ എന്നാ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. ഓബിയച്ച് നിന്നെ വിളിച്ചായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ തേജു ഞങ്ങളില്ല ഇവിടെ. നീ ആ ഷർട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടോ.
പോയിട്ട് വാടാ. ആ ജാക്സ, നീ കുടിച്ചല്ല. അല്ലടാ, കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ശരി അപ്പോൾ. ജഗുക്, ആ എന്താണ് ഇത്ര വലിയ ആലോചന? എങ്ങനെ ഇവിടുന്ന് പുറത്തെടുക്കാമെന്നാ? എന്നാലേ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതിയെ ഇരുന്ന് ആലോചിക്കാം. വന്നേ, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കുറച്ച് കഴിക്കാം. എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. കുറച്ച്. നിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഞങ്ങൾക്ക്. പിന്നെ നിനക്കൊന്നും പറ്റാതെ ഞങ്ങൾ നോക്കണ്ടേ? അതുകൊണ്ട് കുറച്ച് കഴിക്കും. ചേച്ചി വേണ്ട. നോ, കുറച്ച്. എന്തായാലും നീ ചേച്ചിന്ന് വിളിച്ചു. അപ്പോൾ ചേച്ചി പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. രാവിലെ അടുത്തും പോകണില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. ഞാൻ പിന്നെ ഉന്തിത്തള്ളി വിട്ടിട്ട് ഇവിടുത്തെ ലീവ് എടുക്കണ്ടല്ലോ. പിന്നെ ഞാനാണ് ഇന്ന് ലീവ് എടുത്തു. എപ്പോഴും പോകുന്നതല്ലേ, ഒരു ദിവസം ലീവ് എടുത്തു എന്ന് വെച്ചാൽ നീനൊന്നുമില്ല. അതുപോലെ ഇനി എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ജസ്റ്റ് ഞാനായിട്ട് നിന്നുള്ളൂ. അവരെ പോലെ തന്നെയാണ് നീ എനിക്ക്. അതവിടെ വെച്ച് ഞാൻ കഴിച്ചോളാം. അയ്യടാ, നീ കഴിക്കുന്ന എനിക്കറിയാം. കഴിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. കഴിക്കേ. എന്തായാലും ഇനി നിനക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇതങ്ങ് കഴിച്ചാൽ മതി. എത്ര നാൾ പിടിച്ചിരിക്കും? പറ്റില്ലല്ലോ. ചേച്ചി എനിക്ക് വേണ്ടേ, നിനക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടേ എനിക്കൊന്നും പറ്റണില്ല. കഴിക്കേ. എൻ്റെ പൊന്നു ജിമ്മി, നിന്നോട് ഞാൻ ഒരു 10 രൂപ പറഞ്ഞ ക്ലാസ് കയറണ്ട. അതും ആ വട്ടോളിയുടെ ക്ലാസ്സിൽ എനിക്കൊരു പിണ്ണൊക്കെ മനസ്സിലായില്ല. എനിക്ക് പിന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. പറയാ അതിൽ കയറിയൊന്നും മനസ്സിലായി. പിന്നെ എന്നാത്തിന് എന്നെയും വിളിച്ചുകൊണ്ട് വന്നേ. ഞാൻ ആ ടൈം കൊണ്ട് എത്ര കളക്ഷൻ എടുത്തേനെ. അതെ, നീ പോയി 8 രൂപ പപ്സും ലെമൺ വാങ്ങിച്ചിട്ടോ. വേറെ വേണോ? ഇപ്പം തൽക്കാലം ഇത് മതി. ശാപം. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തേങ്കി തൈ പോയ കവടിയാട്ട്. സെലീനെ കിട്ടി. ആരിത്? ഫെലിക്കുട്ടനാ? ഓ, അപ്പം നിനക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ട്. അച്ചടാ, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഈ കോളേജിലെ നമ്പർ 1 കോഴിയല്ലേ നീ. എന്നിട്ട് ഞാൻ അങ്ങനെ മറക്കുമോ? എന്ത് കോഴി. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ പ്യുവർ ഹാർട്ടായതുകൊണ്ടും എൻ്റെ പ്യുവർ സ്നേഹമായതുകൊണ്ടും ഒറ്റയാൾ എന്നെ മനസ്സിലാകുന്നില്ല. ശരിയാ, എനിക്കും തോന്നി. എന്ത്? അല്ല, എന്നൊരു പ്യുവർ ഹാർട്ടാണ്. അത് ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. എന്ത് പറ്റി ഫെലി? എന്നാന്നറിയില്ല, എൻ്റെ ഹൃദയം ഉണ്ടല്ലോ വല്ലാത്തൊരു വേദന. അതുമല്ല ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. നിനക്ക് തമാശ, എൻ്റെ വിഷമം ആരോട് ഞാൻ പറയും? നീ എന്നോട് പറഞ്ഞോട്ടെ ചക്കരെ. നീ കേൾക്കണം, നീ തന്നെ കേൾക്കണം. അതുണ്ടല്ലോ, അതിങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്നേഹം കിട്ടാതെ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയല്ലേ. സെലിനെ കുട്ടിക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തൽക്കാലം വന്നിട്ടില്ല. പക്ഷെ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ആരുമില്ല സെലീന. നിനക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നൂടെ? ഞാൻ ചെരുപ്പ് വരട്ടെ? അയ്യോ, എൻ്റെ ഹൃദയം അമ്പലമൊന്നുമല്ല. നീ ഒന്നുകൂടെ വന്നൂടി. In nomine Patris et Filii et Spiritus Sancti. തമ്പുരാനെ, ഫിലിമിൻ്റെ അടിച്ചു പോയാ ഡമ്മുന് ഫിലി ഡാഡാ. എൻ്റെ മണികണ്ഠ സ്വാമികളെ, എൻ്റെ ഉണ്ണികളെ കാത്തോണേ. എന്നെവിടെയും കൊണ്ട് പ്രതിഷ്ഠിക്കടേ. എന്തേലും പറ്റിയാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? ഭാഗ്യത്തിനടിയിൽ ഷടിച്ചിട്ടുണ്ട്, ഒന്നുമായില്ല. ഇതൊക്കെ എന്ന് തുടങ്ങിയാളിയാ? ഇന്നറിയാതിട്ട് പോയതാടാ. നന്നായി എന്ന് തോന്നുന്നു. നന്നായി. പൊന്നു മോനെ ഫെലി, ലവളെ കരോട്ടയാണ്. അവള് കരോക്കെ പാടുന്നതിന് എന്തിനാടാ എന്നെ പിടിച്ചു തരണത്? ഫസ്റ്റ് ഇവിടെ കരോക്കെ അല്ല, കരോട്ടെ.
എന്തിനാ ഇത്ര നേരത്തെ പറഞ്ഞേ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാന്നില്ല. എൻ്റെ 16 എന്നൊക്കെ പോയി കഴിയട്ടാ. ആ നിനക്കൊരെണ്ണം കിട്ടണം. നീ അല്ലാണ്ട് ആ പെണ്ണിനോട് ഇത് പൊട്ടത്തര വിളിച്ചു പറഞ്ഞേ. എടാ ചതിച്ചതാ, വേണമെന്ന് വെച്ചിട്ടല്ലേ. നന്നായില്ലേ? ഒരു പുകച്ചല. കുറച്ച് മാറിക്കോളും. ഒരു മുട്ട പപ്സ് എടുക്കട്ടെ ഡാലിയ? മുട്ട വേണ്ട. ഇതെന്തടാ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നു? കിളി പോയാ? അവനൊരു സംശയം തീർക്കാൻ പോയതാ, എന്നിട്ട് തീർന്നാ? പിന്നെ നന്നായി തീർത്തു കൊടുത്തു. അല്ല ഈ എവിടെ പോയതാ? ഞാൻ ലൈബ്രറി വരെ. നീ എന്ന് മുതൽ വായിക്കാനൊക്കെ തുടങ്ങി? ഐസ് വായിക്കാനല്ല, അതൊരു ജൂനിയർ പയ്യനെ കാണിച്ചു കൊടുത്തത്. അങ്ങനെ പറ. ഞാനും വിചാരിച്ചേ നന്നായി. തെറ്റിദ്ധരിക്കരുത്. എല്ലാം ഉണ്ടല്ലോ. ഡാളിയാ, ഈ വീക്ക് എന്താ പരിപാടി? എവിടെയും പോകണ്ട? എവിടെ പോയി? കോളേജ് വരണം പോകണം. അത് നിങ്ങളറിഞ്ഞല്ലേ? എന്ത് വാല്യൂഷനാണ്? എത്ര ആള്? 1 വീക്ക്? അറിഞ്ഞില്ലല്ലേ? ശ്രദ്ധിച്ചാണില്ല, പറഞ്ഞാണ് മിക്കറും. അല്ല എന്തിൻ്റെ വാല്യൂഷൻ? നമ്മുടെ എക്സാം ഒന്നും കഴിഞ്ഞില്ലല്ലോ. എടാ പൊട്ട, ജൂനിയേഴ്സിൻ്റെ. അങ്ങനെ സംഭവം ഉണ്ടല്ലേ? ഇനി കുറച്ച് നാളത്തേക്ക് വീട്ടിൽ ഇരിക്കാണ്. കോളേജ് വിടാത്ത പയ്യനാ. ഇതെന്തിപ്പോൾ വീട്ടിലൊക്കെ? ഇപ്പോൾ അല്ല, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഹോബീസി അവളും എപ്പോഴും പോണല്ലേ, നമുക്ക് അവളെയും ലീവിൻ്റെ എടുത്താം. ചിമ്മിയെ എന്താണ് വിലേ? ഒന്നും ചീഞ്ഞ് നടന്നില്ലല്ലോ അല്ലേ? ഇല്ല തോന്നുന്നു. അത് പറഞ്ഞപ്പോൾ ഗിസു ഷമ്മാവിനെ കാണാനുണ്ട്. ഡാ ഫെലി, നീ ഫ്രീ അല്ലേ? നോ, ഐ എം ടു എക്സ്പെൻസീവ്. ചിമ്മി ബിസിയാണോ? ഞാൻ വെറുതെ ഫോൺ നോക്കിയിരിക്കും. അവനെന്തേ തേജു? ഹോബീച്ചോ? രണ്ടുപേരുടെ സ്വറ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു ടൈമാണ്. ഈ രാത്രിയാകുമ്പോഴേ ഇങ്ങനൊരു ഇളക്കമുണ്ട് രണ്ടിനും. ഈ വീക്ക് പെട്ടെന്ന് നടന്നു പോയല്ലേ? സത്യം, പോയത് പോലും അറിഞ്ഞില്ല. ഞാനെന്ന മനുഷ്യനെ മേ ബി എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം.
കുറേ നാളുകൾക്ക് ശേഷം ഉള്ളറിഞ്ഞൊന്ന് ചിരിച്ചു. അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും, മറ്റുള്ളവരോട് കാണിക്കുന്നതിനും ദേഷ്യം എനിക്ക് എന്നോടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ഒരു വീക്കിലുണ്ടായിരുന്നില്ല. ഞാൻ പോലും അറിയാതെ ഒരുപാട് ഹാപ്പിയായി. തേജു, അവനെ ഞാൻ കുറേ അവോയ്ഡ് ചെയ്തു, കുറേ ദേഷ്യപ്പെട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചു അന്നത്തോടെല്ലാം അവസാനിക്കും. തേജു അങ്ങനെയാണ്, അവനിഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ചിരിച്ചിട്ടല്ലാതെ അവൻ്റെ മുഖം ആർക്കും കാണാൻ പറ്റില്ല. ഫുൾ ടൈം ഹാപ്പി. പക്ഷെ അവൻ്റെ ഉള്ളിൽ അത് അവന് മാത്രമേ അറിയുള്ളൂ. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, നിൻ്റെ അടുത്ത് വരുമ്പോഴും ഹാപ്പി ആയിട്ടല്ല നീ അവനെ കാണാറുള്ളൂ. അതങ്ങനെയാണ്. നമുക്കൊക്കെ പറയുമ്പോൾ ആരൊക്കെയുണ്ട്, ചെറിയൊരു ഒറ്റപ്പെടൽ വരുമ്പോൾ നമ്മളാകെ ഡൗൺ ആകും. പക്ഷേ ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട ഒരാളാണെങ്കിലും, ഞങ്ങളുടെ അപ്പയും അമ്മയും ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അന്ന് കുറച്ച് സിസ്റ്റേഴ്സ് കൂടി ഞങ്ങളൊരു ഓർഫനേജിലാക്കി. അന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു പയ്യൻ വന്നു, എൻ്റെ അതേ ഏജ്. അവൻ വന്നപാടെ ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് അവനെ തന്നെ അവൻ പറഞ്ഞു, ഞാൻ തേജസ്, എന്നെ തേജു എന്ന് വിളിക്കണം. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് അച്ഛനമ്മനെയും കണ്ടിട്ടുണ്ടെന്നെങ്കിൽ ജനിച്ച മുതൽ ആരാ എന്താന്ന് പോലും അറിയാത്ത അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നീട് അവൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഉപേക്ഷിച്ച് ഞാനും ഉണ്ടായിരുന്നു കൂടെ. പണ്ട് മുതലേ എനിക്കവൻ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്, ബ്രദർ. എത്രയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞാലും ഞാൻ അവനുമായിട്ട് കീപ്പ് ചെയ്യുന്നത് ലൈക്ക് എ ബ്രദറിനെ പോലെയാണ്. ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്യാറുള്ളൂ അവനെ, ഈ കാണിക്കുന്നൊക്കെ ഉള്ളൂ. പക്ഷേ ആ സങ്കടം മറക്കാൻ വേണ്ടി അവൻ നേരെ ഹോബീസിലെടുത്തേക്ക് വരില്ല. അവൾ അവനെ കുറേ കഥയൊക്കെ പറഞ്ഞ് അവനെ ഹാപ്പിയാക്കും. മെയിൻ കലാപരിപാടി തുടങ്ങി. ഹോബീസ് ഈ ടൈമിൽ ഒരു പാട്ടൊക്കെ പാടുവേ. ശരിടാ, ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചു. നാളെ കോളേജിൽ പോണ്ടേ. ശരി, ഗുഡ് നൈറ്റ്. ആടാ. ഹലോ, എന്താ വെക്കാം? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? മമ്മി, ഓ ഭാഗ്യം, മമ്മിയൊന്നും മമ്മിക്ക് സുഖമല്ലേ? എനിക്ക് പ്രത്യേകിച്ച് സുഖക്കേടൊന്നുമില്ല. എൻ്റെ സൗണ്ടിന് എന്തോ ഒരു മാറ്റം. ഒന്നുമില്ല. ആ ഫോണ് എടുത്തില്ലല്ലോ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വിളിക്കണം. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയണ്ടേ. പിന്നൊരു കാര്യം, നീ നിൻ്റെ തന്തയും മാത്രമേ പ്രശ്നമുള്ളൂ. ഞാനായിട്ട് നിനക്കൊരു പ്രശ്നമില്ല. എന്തെങ്കിലും ഉണ്ടേ ഇവിടെ നിൻ്റെ അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്, അതാലോചിച്ചാൽ മതി. ഇത് നിൻ്റെയും കൂടി വീടാം, മറക്കണ്ട. പോയി കിടന്നുറങ്ങാൻ നോക്ക്, കേട്ടോ? കേട്ടാ? ചെല്ല്. ഗുഡ് നൈറ്റ്. അല്ലേ ഇവനെന്തീ ഫെലി? കഴിഞ്ഞ ക്ലാസ്സിലും കയറിയില്ല, എവിടെ പോയെന്തോ. കണ്ട പെമ്പിള്ളേരും തല്ലി വാങ്ങിച്ചിട്ടുണ്ടാവും. എടാ മോളെ, ഒന്നല്ല, എവിടെയായിരുന്നു? സത്യം പറഞ്ഞു. അത് ഞാൻ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് നീ എവിടെ പോയതാ? അന്ന് ഞാൻ മഞ്ജുല്ലേ,
അവൾക്ക് ഒരു അസൈൻമെൻറ്റ് എഴുതി കൊടുക്കുന്നു. ചോദ്യം, നിൻ്റെ അസൈൻമെൻറ്റ് നിനക്ക് എഴുതാൻ പറ്റാമെങ്കിൽ അത് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഒരു ഡയറി നമുക്ക് പോയിട്ട് ഒരു പിണ്ണൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ നീ അവൾക്ക് അസൈൻമെൻറ്റ് എഴുതി കൊടുക്കുന്ന ചേട്ടേ. നമ്മളെല്ലാവർക്കും സഹായം ചെയ്യണമെന്നല്ലേ? അതെ, എല്ലാവർക്കും അല്ലാണ്ട് പെൺപിള്ളേർക്ക് മാത്രമൊന്നുമല്ല. അത് വീട്ടിൽ ചക്കരേ. എടാ ജിമ്മിയുടെ നിൻ്റെ സോനാരവിടെ നിന്നത്തെ പിഴപ്പുണ്ട്. പേര് ഓർപ്പിക്കില്ല. ഞാൻ എങ്ങനെയല്ലോ ആരും കാണാണ്ട് മുങ്ങി നടന്ന. വെറുതെ അല്ല, ജിമ്മിച്ചനെ കണ്ടു എന്ന് പറഞ്ഞ് നടപ്പുണ്ട് അവിടെ. എന്താ ഫെലി, ഞാനൊരു നഗ്ന സത്യം പറഞ്ഞില്ലേ? അല്ലടാ, അപ്പം കൊച്ചിന് എന്താണ് കുഴപ്പം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പോയിരുന്നു. ഹേയ് തേജു, ഓക്കെ. അല്ല ജാക്സൺ എന്തി? അവനിപ്പോൾ വരും. ജിമ്മി എന്താ പറഞ്ഞു അങ്ങോട്ട് നോക്ക്, അവൾ പോകുന്നുണ്ട്. ജിമ്മിക്കുട്ട, അവളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെടാ കുട്ടാ. പിന്നെന്താ, വിളിച്ചോ? പക്ഷേ കാര്യമുണ്ട്, നിൻ്റെ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. വേറൊന്നുമുണ്ട്. ആരോഗ്യം കേടാക്കണ്ട, അതായിരിക്കും നല്ലത്. എന്നെ പൊന്നു ചേക്കെ, നീ ഇത് കേൾക്കണം. ഈ കോളേജിലെ അത്യാവശ്യം ചേക്കന്മാരൊക്കെ അവളുടെ പിന്നാലെ പോരാഞ്ഞിട്ട് ഒരു MLA മോള് അവള് ഇവൻ്റെ പിന്നാലെ നടക്കും. എന്നിട്ട് ഇതെനിക്ക് വേണ്ടായിരുന്നു. അതെന്ത് പറ്റി ഞമ്മി? ഇൻട്രസ്റ്റഡ് അല്ല? അങ്ങനെയല്ലടോ, എനിക്ക് ആ കൊച്ചിനോട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനെന്ത് പറയുന്നത്, കുറേ നാളായി തുടങ്ങിയിട്ട്. എനിക്ക് പിന്നെ തീരെ അങ്ങ് ഒഴിവാക്ക്, അതിന് ഇറങ്ങി പോകണ്ടേ ഉള്ളൂ. കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെന്താണ്, നീയൊന്ന് പോകേടാ. എനിക്ക് അവളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ഇനിയല്ലേ തോന്നണ്ടേ? വലിയ അല്ല, ഞാനൊരു ഇത് പറഞ്ഞതാ. അല്ലാണ്ട് പിന്നെ നിൻ്റെ കൺസെപ്റ്റ് എന്താണ്? എടാ, ഈ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടോ, അതൊക്കെ ഉള്ളിന് വേണ്ട. ഇനിയിപ്പോൾ നാളെ മുതൽ ഉള്ളി എടുത്ത് നോക്കാം. ഉള്ളിയല്ല സവാള, നീ ഒന്ന് വെച്ചിട്ട് പോയിരുന്നു പ്രാന്ത്. അയ്യോ സോറിടാ, നീ ഒന്നുകൂടി പറ, എന്താണ് നിൻ്റെ കൺസെപ്റ്റ് എന്നല്ല, നമുക്ക് ഒരാളെ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നില്ലേ? ലൈക്ക് ഒരു കാന്തം പോലെ ഇങ്ങനെ, അതായത് ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്നത്. ആ ടൈമിൽ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടും. ഓ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് അല്ലടോ പൊട്ട, ഫസ്റ്റ്. അങ്ങനെ പറയാം, അങ്ങനെ പറയൂ. ഇതൊക്കെ സിനിമയിലാണ് പറഞ്ഞത്. അങ്ങനെ ഇട്ടിയൊന്നും വരാനൊന്നും പോകുന്നില്ല. ഇവിടുത്തെ നമ്മളെ കാണുമ്പോൾ തന്നെ പേടി. അപ്പോഴാണ് ഹാർട്ട് ബീറ്റ്. ശരി, ഹാർട്ട് ബീറ്റ് വരും പേടിച്ചിട്ട്. നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഈ പറഞ്ഞ് ഞാൻ യോജിക്കുന്നു കേട്ടോ. ജിമ്മി പറഞ്ഞ കറക്റ്റ്. ഒരാളെ കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നത് അതൊരു വെറൈറ്റി ഫീൽ. ചിലപ്പോഴൊക്കെ അയാളുടെ കണ്ണിൽ കാണാൻ പറ്റും അല്ലേ? അല്ല, ഓക്കെ, അങ്ങനെ ഒരു കൊച്ചു വരണ്ടേ? വരും, എനിക്ക് ഉറപ്പ്. നീ അവിടെ നോക്കിയിരിക്കത്തുള്ളൂ. അവസാനം അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കായിട്ടൊരു പെണ്ണുണ്ടേ, അവൾ എൻ്റെ അടുത്ത് തന്നെ എത്തും. കുക്കി ஏனோ இதயம் தீந்தீம் சொல்லுதே, ஏனோ மனமும் தோம் சொல்லுதே.